ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടനെ സാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈൽ, ഇത് സെക്കൻഡ് പൈൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. സെലക്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടനെ സാധ്യമാകാൻ പോകുന്നത്? നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പൈൽ വെച്ച് നിങ്ങൾക്ക് ഈ ഡെക്ക് വെച്ച് നിങ്ങൾക്ക് റീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഇതവിടെ ഇരിക്കട്ടെ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ ഒരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, ഇതുവരെയും തന്നിട്ടുള്ളതും തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എന്താണ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഏതാഗ്രഹമാണ് നിങ്ങളുടേത് ഉടനെ സാധ്യമാകാൻ പോകുന്നത്? ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നു. പലരും ഇവിടെ സാമ്പത്തികമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് കാണുന്നു. ശരിയാണല്ലേ? എന്താണ് നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? അത് നിങ്ങൾക്ക് സാധ്യമാകുമോ? ഉടനെ നിങ്ങളുടെ സാധ്യമാകുന്ന ആഗ്രഹം ഏതാണ്? ഇവിടെ കണ്ടില്ല, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഒരുപാട് പേരുടെ മണി എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഏതാഗ്രഹമാണ് ഉടനെ സഫലമാകുന്നത്? നിങ്ങൾ എന്താണ് ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഏതാഗ്രഹമാണ് ഉടനെ സഫലമാകുന്നത്? 6 ഓഫ് വാൻഡ്സ്, 3 ഓഫ് കപ്സ്, the tower. The wheel of fortune. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നോക്കാം, നമുക്ക് കുറച്ച് ഒറക്കിൾ കാർഡ്സ് കൂടി എടുത്തിട്ട് റീഡ് ചെയ്യാവേ. നിങ്ങളുടെ ഏതാഗ്രഹമാണ് ഉടനെ സഫലമാകുന്നത്? എന്താണ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഹാർമണി. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ വന്നിരിക്കുന്നത് മൂവിങ് ഓൺ ആണ്. എല്ലാത്തിൽ നിന്നും ഒന്ന് മൂവ് ചെയ്യണമെന്നുള്ള ആഗ്രഹം പലർക്കും. ചിലർ വിചാരിക്കുന്നത് എന്താണ്? വെൽത്ത് ആകർഷിക്കുക, എനിക്ക് വെൽത്ത് വേണം, ധനം വേണം.
മറ്റു ചിലർ റിലേഷൻഷിപ്പിൽ ബോണ്ടിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ചിലരാണെങ്കിലോ ഈ എല്ലാ ദുരിതങ്ങളിൽ നിന്നും എനിക്ക് മുന്നോട്ടൊരു മോചനം വേണം എന്നുള്ള ആഗ്രഹം, ഇതിനെ ഒന്ന് കടന്നു പോകണം, അത്രമാത്രം മതി എന്നുള്ള ആഗ്രഹമാണ് മറ്റു ചിലർക്കുള്ളത്. അപ്പോൾ പലതരത്തിലാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, പല കാര്യങ്ങളാണ് പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ എന്താണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്? ഇവിടെ സമ്പത്തിൻ്റേതാണ്, സാമ്പത്തികം വന്നിട്ടുണ്ട്. പിന്നെ തന്നെയുമല്ല ഇവിടെ ഒരു റീയൂണിയൻ, ഒരു മിറക്കിൾ സംഭവിക്കണം, അത് റീയൂണിയൻ ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരു മിറക്കിൾ യൂണിയൻ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്. അതും ഇവിടെ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻറ്റക്കിൾ എർസൈനാണ് ടോറസ്, വർഗ്, കാപ്രിക്കോൺ എനർജി. ഇവിടെ പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ധനപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പലരും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് കാണുന്നു. ധനപരമായ ഉയർച്ച എങ്ങനെയാണ്? പലരും കഷ്ടപ്പെടുന്നുണ്ട്, എന്നാൽ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഒരു റിസൾട്ട് വന്നിട്ടില്ല എന്ന് കാണുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയാണ് പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. ഈ ഒരു റിസൾട്ട് എങ്ങനെ വരും? ചിലർക്ക് പുതിയ ജോലിയിലേക്ക് പോകാം, അല്ല എങ്കിൽ ജോലി ലഭിക്കാൻ വേണ്ടി, അല്ല എങ്കിൽ ലഭിച്ച ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഇവിടെ മണി ഏൺ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു മുന്നോട്ട് ഒന്ന് കടന്നു പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് അത് കടന്നു പോകാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. കണ്ടില്ലേ, ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോഡ്സ് ആണ്. പേജ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, പേജ് ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, ഹൈ പ്രിസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്. ഫസ്റ്റ് 4 സ്പ്രെഡിൽ തന്നെ, 4 കാർഡ്സിൽ തന്നെ. ഇവിടെ പലർക്കും എന്ന് പറയുമ്പോൾ ഇത് കുറച്ചൊക്കെ നല്ല ദൈവാനുഗ്രഹം വന്നിരിക്കുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. ഡിവൈൻ ബ്ലെസ്സിങ്സ് പലരിലേക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ നേടിയെടുക്കുന്ന ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഈ ഡിവൈൻ ബ്ലെസ്സിങ്സ് നേടിയെടുക്കുമ്പോൾ തന്നെയും നിങ്ങൾക്ക് പലതരത്തിലുള്ള മോശകരമായ കാര്യങ്ങളെയും നല്ല കാര്യങ്ങളെയും ഒക്കെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവും ലഭിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ സക്സസ്സിലേക്ക് നിങ്ങളിപ്പോൾ നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട്. കരിയർ സംബന്ധമായ സക്സസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പ്രോഗ്രസ് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. ലൈഫ് എൻജോയ് ചെയ്യാൻ തീർച്ചയായിട്ടും സെലിബ്രേഷനാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയുള്ള സെലിബ്രേഷനാണ്? ജോലിക്കാര്യങ്ങളിലുള്ള പ്രോഗ്രസ് നിമിത്തം സന്തോഷം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ജോലിക്കാര്യങ്ങളിൽ മാത്രമല്ലല്ലോ, ഇവിടെ നിങ്ങൾക്ക് വെൽത്ത് പരമായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ധനപരമായ കാര്യങ്ങൾ, ഫിനാൻസ് പരമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾ വെൽത്ത് പരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത്. മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കാനും പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ചിരുന്നവരുടെ എനർജി ഇവിടെയുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നത് തന്നെയും നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖകരമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടാവാം. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം. അവിടെ നിന്നും നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്നത് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ ചില ആൾക്കാരുടെ എനർജിയിൽ. ഇവിടെ ഇതിനെയൊന്ന് മറികടന്ന് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇത് ടവർ മൊമെൻ്റ് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ഈ സമയം തീർച്ചയായിട്ടും മറിയും. ഇതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ടവർ മൊമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ. അത് നിമിത്തം നിങ്ങൾ വല്ലാതെ ദുഃഖിതരായിട്ടിരിക്കുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്.
പല കാര്യങ്ങളിൽ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമാകാം, റിലേഷൻഷിപ്പിൻ്റെ കാര്യമാകാം, അല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുടുംബ ബന്ധങ്ങളിലാവാം, അല്ല എങ്കിൽ മറ്റ് ഫ്രണ്ട്ഷിപ്പ്, എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുക. അതുപോലെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫിനാൻസ് പരമായ ഒരുപാട് കാര്യങ്ങളിൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു നഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമാണ് പലരുടെയും എനർജി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും, തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന എനർജിയാണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറയുമ്പോൾ ദൗർഭാഗ്യകരമായ ചില സമയമുണ്ട്. നിങ്ങൾക്ക് നിർഭാഗ്യം അനുഭവിച്ചിരുന്ന സമയം, ഭാഗ്യമില്ലായ്മ അനുഭവിച്ചിരുന്ന ഒരു സമയമാകാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തല്ലേ നിങ്ങൾക്ക് സമയദോഷം കൊണ്ട് നമ്മൾ അത് സംഭവിച്ചു എന്ന് പറയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ സമയദോഷം കൊണ്ടാവാം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് മോശകരമായി അല്ലെങ്കിൽ വിപരീതമായ ഫലങ്ങൾ നൽകിയിരുന്നത്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നതും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, മാത്രമല്ല അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ആരും തന്നെ ഒട്ടും വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലുള്ള സഫലത നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് വെൽത്ത് പരമായ കാര്യമാകാം, അതുപോലെ കരിയർ സംബന്ധമായ എന്തോ കാര്യത്തിന് വേണ്ടി, പ്രോഗ്രസ്സിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ പുതിയ ജോലി കിട്ടാൻ വേണ്ടിയും ആവാം. അത്തരത്തിലുള്ള നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സ്, നിങ്ങളിൽ പലരും ദൈവവിശ്വാസികളാണെന്ന് കാണുന്നു. കാരണം ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് വന്നിട്ടുണ്ട്. പലരും യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഈ ആഗ്രഹങ്ങളെ ഞാൻ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു. ഞാൻ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് യൂണിവേഴ്സിന് സമർപ്പിച്ചാൽ മാത്രം മതി, എനിക്ക് യൂണിവേഴ്സ് അത് തന്നുകൊള്ളും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തോടു കൂടി യൂണിവേഴ്സിന് സമർപ്പിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളിത് യൂണിവേഴ്സിന് സമർപ്പിക്കുന്നത് എന്താണോ, ഇവിടെ ഈ ഒറക്കിൾ കാർഡ്സ് 4 ഇത് വളരെ പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിന് സമർപ്പിക്കുന്നത്? ബേസ് ചക്രയുടെ ആക്ടിവേഷൻ നിമിത്തം ഇവിടെ ബേസ് ചക്ര നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്ന എനർജിയാണ്. കാരണം ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബേസ് ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണെന്ന് കാണുന്നു. എന്താണ് ബേസ് ചക്ര എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, 7 ചക്രാസിൽ ഫസ്റ്റ് കാണുന്ന ചക്രയാണ് ബേസ് ചക്ര അഥവാ റൂട്ട് ചക്ര, മൂലാധാര ചക്ര എന്ന് പറയും. എല്ലാ കാരണങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ളത് എന്താണോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ചക്രയാണ് നിങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ആക്റ്റീവാക്കി എടുക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ മൂലാധാര ചക്ര അല്ലെങ്കിൽ റൂട്ട് ചക്ര, ബേസ് ചക്ര ആക്റ്റീവാക്കി എടുത്താൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാനിഫെസ്റ്റേഷൻ വർക്ക് നിങ്ങളുടെ പെട്ടെന്ന് സഫലമാകുന്നതാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് റൂട്ട് ചക്ര ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മണി ബ്ലോക്ക് മാറിക്കിട്ടും. നിങ്ങളിവിടെ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ വന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ പേജ് ഓഫ് പെൻറ്റക്കിൾസും 9 ഓഫ് പെൻറ്റക്കിൾസും ആണ്. സമ്പത്തിൻ്റെതായ സഫലതയാണ്, സാമ്പത്തികത്തിൻ്റെ സഫലത, വെൽത്ത് അട്രാക്റ്റ് ചെയ്യുകയാണ്. നിങ്ങളിവിടെ ഫിനാൻസ് അട്രാക്റ്റ് ചെയ്യുന്നു, അതാണ് പറഞ്ഞത്. അപ്പോൾ സാമ്പത്തികമാണല്ലോ എല്ലാത്തിനും അടിസ്ഥാന കാരണം അല്ലേ? അപ്പോൾ ഈ അടിസ്ഥാന കാരണമായ റൂട്ട് ചക്രയെ നിങ്ങൾ ആക്റ്റീവാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സ്ഥിരമായ ഉത്സാഹം വരികയും മണി ബ്ലോക്ക് മാറിക്കിട്ടുന്നതായിട്ടും കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ മണി ബ്ലോക്ക് മാറിക്കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെയും എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് പെട്ടെന്ന് സഫലമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 7 ചക്രാസിൽ ഫസ്റ്റ് വരുന്ന റൂട്ട് ചക്ര ചുവന്ന കളറിലെയാണ്. ചുവന്ന കളറിൽ 4 ഇതളുകളുള്ള പൂവിൻ്റെ ഷേപ്പിൽ കാണപ്പെടുന്ന ഒന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒരു പ്രകാശം വരുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാം. അങ്ങനെ ദിവസവും ഒരു 10 മിനിറ്റ് നേരമെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ബേസ് ചക്ര, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നതും. കണ്ടില്ലേ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ഇവിടെ സഫലമാകുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു തെളിവാണ് ഈ ഒരു കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒന്നുകൂടി സാധിച്ചെടുക്കാമെങ്കിൽ നല്ല
പ്രയോജനമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. എന്താണ് നിങ്ങൾക്ക് ഇതുകൊണ്ട്? സ്ഥിരമായ ഉത്സാഹം, നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് പോകാൻ സാധിക്കുന്നു. പലർക്കും ജോലി വേണം, പൈസ വേണം, അത് വേണം, ഇത് വേണം. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ വയ്യ, മെനക്കെടാൻ വയ്യ, വെറുതെ ഇരിക്കുക, ജോലിയില്ല, കൂലിയില്ലെന്ന് ഒക്കെ ആരോ കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ? എന്താണ് ഇതൊന്നുമില്ലാതെ പോകുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പരിശ്രമിക്കാൻ വയ്യ, അലസതയാണ് മനസ്സിൻ്റെ. അല്ല എങ്കിൽ എത്ര നിസ്സാരമായ ഒരു ജോലി നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അത് ചെയ്തിട്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ മടി വിചാരിക്കുന്നു, നിങ്ങൾക്കതിലേക്ക് മുന്നിട്ടിറങ്ങാൻ വയ്യ. മടി വിചാരിച്ച് ഒരു മുറിയുടെ മൂലയിൽ ചടഞ്ഞുകൂടി കിടക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ എന്താ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? ഒന്നും ലഭിക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. സ്ഥിരമായ ഉത്സാഹം നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് യൂണിവേഴ്സൽ വിശ്വാസവും വേണം, നിങ്ങൾക്ക് ദൈവത്തിലൊരു വിശ്വാസം, പ്രപഞ്ചത്തിലൊരു വിശ്വാസം, പ്രപഞ്ചം നിറയെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ എനർജിയിലൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതെന്ത് എനർജിയാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ അറിയാനുള്ള ഒരു കഴിവാണ് ഇവിടെ ഈ ബേസ് ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ ഇത് നിമിത്തം നിങ്ങളുടെ മണി ബ്ലോക്ക് മാറുന്നു, കിട്ടാനുള്ള പൈസ നിങ്ങളിലേക്ക് വന്നു ചേരും, ജോലി ലഭിക്കും, ജോലിയിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കും, കൂടുതൽ മണി ഏൺ ചെയ്യാൻ കഴിയും. പല കാര്യങ്ങളിലും ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ അലസത മാറിക്കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ എന്താണ്? സാമ്പത്തികപരമായ കാര്യങ്ങൾ. സാമ്പത്തികം ലഭിച്ചാൽ മാത്രമല്ലേ ഭൗതികപരമായ സന്തോഷം നിങ്ങളിലേക്ക് വരുത്തുള്ളൂ, അല്ലേ? ഇവിടെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ, സാമ്പത്തികവും ഭൗതികവുമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 5 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികവും വരും, ഭൗതികപരമായ സന്തോഷങ്ങളും വന്നു ചേരും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഒരു ആഗ്രഹമാണ്. നിങ്ങളുടെ ഇതിവിടെ സഫലമാകാൻ പോകുന്നത്. പിന്നെ അടുത്തതായിട്ട് പ്രധാനമായിട്ട് സഫലമാകാൻ പോകുന്ന ഇവിടെ ഹാർമണിയാണ്, സ്നേഹത്തിലുള്ള വ്യത്യാസം. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ആത്മാർത്ഥമായി പ്രണയിക്കുന്ന ആൾക്കാരുടെ എനർജി. ഒരു മിറക്കിൾ യൂണിയനാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിശയകരമായ അത്ഭുതകരമായ ഒരു യൂണിയൻ നിങ്ങൾ തമ്മിൽ സംഭവിക്കാൻ പോകുന്നു. സോൾ കണക്ഷൻ ഉള്ള വ്യക്തികൾ തമ്മിൽ, അതായത് പിരിഞ്ഞിരിക്കുന്നവരെ ഒരുപാട് ആഗ്രഹത്തോടു കൂടി നോക്കിയിരിക്കുന്നവരുടെ എനർജി. ഇവിടെ നിങ്ങളുടെ ഭാഗ്യചക്രം തന്നെ തിരിഞ്ഞു കറങ്ങുകയാണ്, മുന്നോട്ട് സ്പീഡിൽ കറങ്ങുകയാണ് ചെയ്യുന്നത്. ജീവിതം അടിമുടി മാറാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മാറ്റം വരുമ്പോൾ നിങ്ങളിലേക്ക് ഇത്തരം ശക്തമായ ചില ബോണ്ടിങ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. ഈ ഒരു ബോണ്ടിങ് എങ്ങനെയുള്ളതാണ്? സോൾ കണക്ഷൻ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ആഗ്രഹം ഇവിടെ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഹാർമണിയാണ്. ഐക്യം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവ് നിങ്ങൾക്ക് വരാൻ പോകുന്നു. തീർച്ചയായും നിങ്ങളിൽ ആരൊക്കെയോ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമാണിത്, ആഗ്രഹിക്കുന്ന ഒരു കണക്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു സ്പിരിച്വൽ യൂണിയൻ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. അല്ല എങ്കിൽ ഒരു മറ്റ് ഏത് തരത്തിലുള്ളതായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. നിങ്ങൾക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ ഒരു ഡെക്കാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരിലേക്ക് എന്ത് ആഗ്രഹമാണ് സാധ്യമാകാൻ പോകുന്നത് എന്ന് നോക്കാം. ടെൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്.
ദ ഹെറോഫന്റ്. നൈറ്റ് ഓഫ് സോഡ്സ്. ടു ഓഫ് കപ്സ്. ഫൈവ് ഓഫ് കപ്സ്. ത്രീ ഓഫ് വാണ്ട്സ്. Ace of Wands. Seven of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ എടുത്തിട്ട് റീഡ് ചെയ്യാവേ. എന്താണ് സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ മാനിഫെസ്റ്റേഷൻ സഫലമാകുന്നത്? എന്ത് കാര്യത്തിലാണ്? സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിരിക്കുന്നവരുടെ ഏതാഗ്രഹമാണ് ഉടനെ സഫലമാകുന്നത്? ചൂസ് വൈസിലി. സ്പിരിച്വൽ സ്ട്രെങ്ത്. ട്രൂത്ത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്നാണ്. അപ്പോൾ നിങ്ങളിൽ പലരും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നു. അതായത് നിങ്ങൾ വിചാരിക്കുന്നു എന്തായാലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സന്തോഷം വരൂ, അല്ലാതെ എപ്പോഴും നെഗറ്റീവ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഒന്നും സാധിക്കില്ല എന്ന് ഇങ്ങനെ ഈ ഉള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ടാരോ കാർഡ്സ് എടുത്തതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. പിന്നീട് 10 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേർക്കും എന്താണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, കാരണം മറ്റുള്ളവരിൽ നിന്നും ഏറ്റ ആഘാതങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ദുഃഖം അനുഭവിച്ചിരിക്കുക, ഒരുപാട് പരാജയം ലൈഫിൽ സംഭവിച്ചിരിക്കുന്നവർ, മറ്റുള്ളവർ നിങ്ങളെ ചതിച്ച അവസ്ഥയാണത്. നിങ്ങൾ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട അവസ്ഥ, ധനപരമായാലും റിലേഷൻഷിപ്പിലെ കാര്യത്തിലായാലും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ വിചാരിക്കുന്ന എന്താണ്? ഇതിൽ നിന്നും ഒരു മോചനം വേണം, അതിനു വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഒരുപാട് ധനം ആഗ്രഹിക്കാത്തവർ ഉണ്ടാവാം. എല്ലാവരും ഒന്നും ഒരുപാട് ധനം ആഗ്രഹിക്കുന്നില്ല. പലരും ഒരു 90% ആൾക്കാരും ധനം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഹെൽത്തിനേക്കാളും കൂടുതൽ വെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ പലരും അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ഒരു യൂണിവേഴ്സ് ഒരു പാഠം തന്നു, ഒരു പാഠം പഠിപ്പിച്ചു. കാരണം നിഷ്കളങ്കമായിരുന്നു ഹൃദയം. പക്ഷേ ആ നിഷ്കളങ്കമായ ഹൃദയം ഒരുപാട് മുറിവേറ്റ് കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വന്നു, അല്ലേ? അപ്പോൾ അതിൽ നിന്നുമാണ് ഒരു പാഠം പഠിച്ചത്. അപ്പോൾ പിന്നെ എന്താണ്, വെളിച്ചം കണ്ട് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമായി. അപ്പോൾ പിന്നീട് സ്പിരിച്വൽ വേയിലൂടെ വന്നു, സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എപ്പോഴുമുള്ള ഒരു പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ഇതിൽ നിന്നും ഒരു മോചനം വേണം, ഈ ഒരു കെട്ടിൽ നിന്നും, ഈ ഒരു ബന്ധനത്തിൽ നിന്നും ഒരു മോചനം വേണം, ഇതുവരെ അനുഭവിച്ചിരുന്ന ഈ ഒരു പ്രയാസങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും ഒരു മോചനം വേണം എന്ന് മാത്രമാണ് പലരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് വരണം എന്നുള്ള ചിന്തയാണ് പലർക്കും ഉള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ ക്യൂൻ ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും പലർക്കും ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കാണ്. മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇഷ്ടമുള്ള വ്യക്തികൾക്ക് വേണ്ടി.
അപ്പോൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് 10 ഓഫ് കപ്സ് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്ന 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ മുഴുവനും കുറേ ഏറെ നിറഞ്ഞു നിൽക്കുന്നത് കപ്പ് എനർജിയാണ്. ഫസ്റ്റ് വയലിൽ നമുക്ക് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ് കാണാൻ സാധിച്ചതെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് കപ്പ് എനർജിയാണ്. കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. കൂടുതലായും സ്കോർപ്പിയോ എനർജി വന്നിട്ടുണ്ട്. ഹൃദയപരമായ ഇമോഷൻസാണ് ഇവിടെ. ഹൃദയപരമായ ഇമോഷൻസ് എന്തിനു വേണ്ടിയാണ് ഇവിടെ? അതുപോലെ തന്നെ 5 ഓഫ് കപ്സ്, ഒറ്റയായി പോയി, എന്നെ ഇട്ടിട്ട് പോയി, ഞാൻ സ്നേഹിച്ചവരിൽ നിന്നും എനിക്ക് സ്നേഹം ലഭിച്ചില്ല, അങ്ങനെയുള്ള ചിന്തകളാണ് ഇവിടെ കൂടുതലും, അല്ലേ? പിന്നെ മിക്കപ്പോഴും നിങ്ങളുടെ മനസ്സിലെ ചിന്ത അങ്ങനെ തന്നെയല്ലേ, ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ല, ആ വ്യക്തിക്ക് എൻ്റെ സ്നേഹം തിരിച്ചറിയാനുള്ള കഴിവ് വന്നിട്ടില്ല. അത് റിലേഷൻഷിപ്പിലായാലും മറ്റ് ബന്ധങ്ങളിലായാലും നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലുകൾ ഇത് മാത്രമാണ് ഇവിടെ. അതുപോലെ തന്നെ 5 ഓഫ് കപ്സ് പറയുന്നത് എന്താണ്? ഇത് പറയുന്നത് ഇത് അങ്ങനെയാണ്, ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ സ്നേഹം ഉണ്ടായിരിക്കാം, പക്ഷേ എന്നാൽ പോലും മനസ്സ് പറയുന്നത് എന്താണ്? ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സ്നേഹം എനിക്ക് ലഭിക്കുന്നില്ല. അവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ ഒറ്റപ്പെടുത്തി, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. ഒരാളിൽ നിന്നും പ്രതീക്ഷിച്ചു, അത് ലഭിച്ചില്ല എങ്കിൽ പിന്നീട് കൂടുതൽ നിരാശയാണ്. പിന്നെ വീട്ടുകാരും സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് മനസ്സ് നിറയെ തിങ്ങി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് ഇങ്ങനെ തുള്ളിത്തുളുമ്പി മനസ്സിൽ നിന്നും വരുന്നത് മുഴുവനും അത് തന്നെയാണ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, അങ്ങനെയുള്ള ചിന്തയാണ്. അങ്ങനെയല്ല, ആരും ഒറ്റപ്പെടുകയില്ല. ഒരാൾ പോയി എങ്കിൽ ആ പോകട്ടെ, കുറച്ച് നാൾ അദ്ദേഹം പോയിട്ട് വരട്ടെ, അല്ലെങ്കിൽ അവർ പോയിട്ട് വരട്ടെ എന്ന് ചിന്തിച്ചാൽ മതി. അവർ പോയിട്ട് ഇവിടം വരെ പോകാനാണ്. നിങ്ങളോട് സ്നേഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇവിടെ 10 ഓഫ് കപ്സ് പറയുന്നത് അങ്ങനെയാണ്, നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ കുടുംബസഹിതം സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്നു. പലർക്കും അതായിരിക്കാം ആഗ്രഹം. മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്താണ്? കുഞ്ഞിന് വേണ്ടിയിട്ട്. ഒരു കുഞ്ഞുകൂടി ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നല്ല ഒരു സന്തോഷം ലഭിക്കുമായിരുന്നു, അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുടെ എനർജി ഒരുപാട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് പലരും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പലർക്കും ഈ ഒരു ആഗ്രഹം ഇവിടെ സാധ്യമാകുന്നതായിട്ട് കാണുന്നു. നിറഞ്ഞ സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബം, അത്രമാത്രം സന്തോഷപൂർവ്വം ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എനർജി ഇവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ഹെറഫൻ്റ് എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സ്, 2 ഓഫ് കപ്സ്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴും തന്നെ കണ്ടില്ലേ, ആ ഒരു ബോണ്ടിങ് ഇവിടെ സംഭവിക്കുന്നുണ്ട്, കൂടിച്ചേരാനുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിച്ചേരാനും ലൈഫ് ലോങ് സന്തോഷകരമായി ജീവിതം മുൻപോട്ട് നയിക്കുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ ഒന്നു ചേരുന്ന അവസ്ഥ, ഇവിടെ 5 ഓഫ് കപ്സ്, നോ കോൺടാക്ട് സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറും. തീർച്ചയായിട്ടും ഇവിടെ വ്യത്യാസം വരും, കാരണം ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടിച്ചേരുന്ന എനർജിയാണ്, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. റീയൂണിയൻ തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കും. മുന്നോട്ട് സന്തോഷകരമായി മുന്നോട്ട് ലൈഫ് നയിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഹെറഫൻ്റ് എനർജി എന്താണ്? ഇവിടെ ഡിവൈൻ മസ്കുലിൻ എനർജി. അതായത് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവികമായ ഒരു ഉയർച്ച വരാൻ പോകുന്നുണ്ട്. ദൈവികമായ ഉയർച്ച, നിങ്ങൾക്ക് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ അത് തന്നെയാണ് സ്പിരിച്വൽ സ്ട്രെങ്ത് വന്നിരിക്കുന്നത്, കണ്ടില്ല? അപ്പോൾ ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. ഹെറഫൻ്റ് എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സമയം വന്നിരിക്കുന്നു. അത്രമാത്രം നല്ല എനർജി നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് വന്നിരിക്കുന്നു. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സിന് അഡ്മിഷന് വേണ്ടി നോക്കിയിരിക്കുകയാവാം, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുകയാവാം, വിദേശത്തേക്ക് പോവുകയാവാം, ആരെയെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാവാം. അവിടേക്ക് നിങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നുണ്ട്. ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള ആ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ആ ആഗ്രഹം സഫലമാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ 3 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു. ഇത് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുകയാണ്. പലരും ഒരേ ഒരു ലക്ഷ്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ ഉന്നം വെച്ചുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്ത് എന്തിനെയോ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ വ്യക്തികളെയാവാം, ചിലപ്പോൾ സാഹചര്യങ്ങളെയും ആവാം,
ചിലപ്പോൾ വെൽത്ത് ആകാം, ചിലപ്പോൾ ഹെൽത്ത് ആവാം, ചിലപ്പോൾ വ്യക്തികളും ആവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിവിടെ ഇത് കരിയർ സംബന്ധമായ കാര്യവും ആകാം, അപ്പോൾ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള എനർജിയും ആകാം. അതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം അടുത്ത് തന്നെ ഈസ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. വാൺസ് ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയതായിട്ട് എന്തോ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് തന്നെയാണ് ഇവിടെയും. നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്തിന് വെയിറ്റ് ചെയ്താണ്? പുതിയതായിട്ട് എന്തോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും പുതിയതായിട്ട് നോക്കി നിൽക്കുന്നതുമായ ഈ എനർജി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വ്യക്തികളാവാം, സാഹചര്യവുമാകാം, കണ്ടില്ലേ? അപ്പോൾ അത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ട്. നിങ്ങൾ ഇതിലേക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്തോ ഒന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അത് വളരെ നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കരിയർ സംബന്ധമായ കാര്യമാവാം ചിലപ്പോൾ. അപ്പോൾ എന്താണ് നിങ്ങളിപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നു കൂടുതലുമായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ 7 ഓഫ് കോയിൻസ്, ഒരുപാട് ക്ഷമയുള്ളവരുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് അത് വന്നു ചേരാൻ വേണ്ടി ഒരുപാട് ക്ഷമിച്ച് കാത്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണർ വന്നു ചേരാൻ വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവരുടെ എനർജിയുണ്ട്. തീർച്ചയായിട്ടും ഈ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന എനർജിയാണ്. ഇവിടെ മെറ്റീരിയൽ ഹാർവസ്റ്റ് വന്നിരിക്കുന്നു. ഈ മെറ്റീരിയൽ ഹാർവസ്റ്റ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഭൗതികപരമായ സന്തോഷങ്ങളുടെ ഒരു കൂട്ടം തന്നെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. ഈ ഭൗതികപരമായ സന്തോഷങ്ങൾ എന്തിലെല്ലാം ഉൾപ്പെടുന്നതാണ്? സാമ്പത്തികവും മറ്റ് പല കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒന്നാണ് ഈ മെറ്റീരിയൽ ഹാർവസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എനർജി പോസിറ്റീവായിട്ടുള്ള, വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഈ ഒരു എനർജി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കണക്റ്റ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ചൂസ് വൈസലി, ഒരുപാട് ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക്, കണ്ടില്ലേ? ഇവിടെ ചോയ്സസ് ആണ്, ധാരാളം ചോയ്സസ്. കാരണം ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്ന ട്രൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോയ്സസ് വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് വേണ്ടത്? അവസരങ്ങളും ഇവിടെ സെലക്ഷനുകളും. അപ്പോൾ ഇത് നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യേണ്ടതാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തു വരുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇവിടെ മെറ്റീരിയൽ ഹാർവസ്റ്റ് വന്നിരിക്കും. ഭൗതികപരമായ സന്തോഷം വരുന്നു. ഈ ഒരു സന്തോഷം വരുന്നത് ഫസ്റ്റ് തന്നെ കണ്ടില്ലേ, 10 ഓഫ് കപ്സ്, 2 ഓഫ് കപ്സ്. ഇതിലൂടെയാണ് നിങ്ങൾക്ക് ഇത്രമാത്രം വലിയ ഒരു സന്തോഷം വരുന്നത് എന്ന് കാണുന്നു. അപ്പോൾ ഈ ഒരു ആഗ്രഹമാണ് നിങ്ങളുടെ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ആവുന്നത് എന്ന് കാണുന്നുണ്ട്. സ്പിരിച്വൽ സ്ട്രെങ്ത്, ഇവിടെ സ്പിരിച്വലി കണക്റ്റ് ആവുകയാണ്. അതുവഴി നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നു. സ്ട്രെങ്ത് വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണായി മാറും, അല്ലേ? ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് മറ്റ് ഒന്നിനെയും ഭയപ്പെടേണ്ടതായ ഒരു ആവശ്യം വരുന്നില്ല. അതാണ് നിങ്ങളിവിടെ കൂടുതൽ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം വേണം ജീവിതത്തിൽ. മറ്റുള്ളവരാൽ ഭയപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ട്, അല്ലേ? ചിലപ്പോൾ ചില കേസുകൾ, ചിലപ്പോൾ ചില എക്സാമിലെ വിജയം, ജോലിക്കാര്യങ്ങളിലെ കാര്യങ്ങൾ അഥവാ അതിനുള്ള പ്രോഗ്രസ്. അപ്പോൾ ഇതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് മറ്റുള്ളവരെ കൂടെ ചിലപ്പോൾ ഭയപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ വന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ വർക്ക് ചെയ്യും തോറും നിങ്ങളിലേക്ക് സ്ട്രെങ്ത് വർദ്ധിച്ചു വരുന്നു. ഈ ഒരു സ്ട്രെങ്ത് നിങ്ങളെ സ്ട്രോങ് ആക്കി, വളരെ അധികം സ്ട്രോങ് ആക്കി മാറ്റുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മറ്റൊന്നിനെയും മറ്റാരെയും ഭയപ്പെടാനില്ല. അങ്ങനെ ഭയപ്പെടാത്ത ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. ഇവിടെ ട്രൂത്താണ് വന്നിരിക്കുന്നത്. ഈ ഒരു ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ കഴിയുന്നു, നിങ്ങൾക്ക് യൂണിവേഴ്സിനെ തിരിച്ചറിയാൻ കഴിയുന്നു, പ്രപഞ്ചത്തെ അറിയാൻ കഴിയുന്നു, നിങ്ങൾക്ക് മറ്റുള്ള ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ തന്നെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എന്താണ്, സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ വരാൻ പോകുന്നു. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അത്രമാത്രം നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ
ഈ റീഡിംഗ്. അപ്പോൾ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഇതാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.